എന്റെ പ്രിയപ്പെട്ടവരെ, പിറന്ന നാടും വീടും കൂട്ടുകുടുംബാദികളെയും കുടുംബത്തെയും മുഴുവനും വിട്ടിട്ട് വിദേശ രാജ്യത്തിലേക്ക് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ട മക്കളെ വിട്ടുപിരിയാനുള്ള കൊതിയുള്ളത് കൊണ്ടല്ല, തന്റെ ജീവന്റെ ജീവനായ പ്രാണസഖിയായ പ്രേയസിയായ പ്രിയപ്പെട്ട മനസ്സിന്റെ രാജാത്തിയായ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തോ ഒരു മാറ്റമാണ് ആ പെൺകുട്ടിയോടൊപ്പം ജീവിച്ചപ്പോ തനിക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. ആ മാറ്റം തന്റെ മനസ്സിൽ സമർപ്പിച്ചിരുന്ന പ്രിയപ്പെട്ടവളായ ഭാര്യയെ അകന്നു നിൽക്കാനുള്ള കൊതി കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ അവൻ പോകുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മ, മരുന്നും മന്ത്രവുമായി കഴിഞ്ഞുകൂടുന്ന ഉപ്പ, ആ പ്രിയപ്പെട്ട ഉപ്പയെ കുറച്ചു നാളത്തേക്കെങ്കിലും ഒന്ന് വിട്ടു നിൽക്കണം എന്ന് കൊതിയുള്ളത് കൊണ്ടല്ല. പിന്നെ അവന്റെ മനസ്സിന്റെ ചിന്തയം തന്നറിയുമോ, അല്ലാഹു എന്റെ മക്കൾ വളർന്നു വരികയാ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങണം, അയൽവാസികളുടെ മക്കൾ പഠിക്കുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടു ചെന്നാക്കണം. അതിന് സാമ്പത്തികം വേണമല്ലോ. എന്റെ ഭാര്യയ്ക്ക് ഞാനല്ലേ ഉള്ളൂ, അവൾ എന്താവശ്യപ്പെട്ടാലും നടത്തിക്കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാ, അവൾ പറയുന്ന സ്ഥലത്തെല്ലാം എന്റെ പ്രിയപ്പെട്ടവളെ കൊണ്ടുപോകാൻ എനിക്ക് ഈ ജോലി പോരല്ലോ പടച്ചവരെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാകും ഉപ്പാകും വയസ്സുകാലത്ത് പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ എന്റെ ഈ നാട്ടിലെ വരുമാനം പോരാ. 16-കാരിയായി 17-കാരിയായി പുര നിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെങ്ങന്മാര് അല്ലാഹുവേ ശരീരം നിറച്ച് സ്വർണവും പണ്ടവും ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായ രീതിയിൽ കടവല്ലൂർ പാവപ്പെട്ട എന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് മാന്യമായ രീതിയിൽ എന്റെ പെങ്ങളെ പറഞ്ഞുവിടണ്ട അല്ലാഹ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടും ഈ സങ്കടവുമെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിദേശ രാജ്യത്തിലേക്ക് ഒരു 2 വർഷമെങ്കിൽ 2 വർഷമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഈ സാധുക്കളോടുള്ള ഉത്തരവാദിത്വ ബോധമുള്ളവനായ വീട്ടിന്റെ അകത്ത് കടഞ്ഞിരിക്കാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് കൂട്ടുകാരോടൊക്കെ പലരോടും വിളിച്ചു പറഞ്ഞിടാ എനിക്കൂടി വിസ വേണം. അവര് പറഞ്ഞടാ പഴയ ഗൾഫല്ല, നീ ഇങ്ങനെ പറയുമ്പോ കൊണ്ടുവന്ന അവസാനം ഇവിടെ വന്നിട്ട് നിന്റെ പുറകെ ഞാൻ നടക്കേണ്ടി വരും. ഇത് പറയുമ്പോ തന്നെ അവന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഒരു പാവപ്പെട്ടവനെയും ഗൾഫിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പാടില്ല. ആര് കൊണ്ടുപോയിട്ടുണ്ടോ പണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? കാരണം പാവപ്പെട്ടവന് പെട്ടെന്ന് പൈസ കിട്ടുമ്പോ സ്വഭാവമാണ്. പണക്കാരൻ പിന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എത്തിയുമായിരുന്നു സാറെ, കൊണ്ടുപോയി രക്ഷപ്പെടുത്തി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, നല്ല സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. അവസാനം എന്റെ ബിസിനസ് അവൻ നോക്കി പഠിച്ചിട്ട് എനിക്ക് പണിയായിട്ട് എനിക്കെതിരെ നോട്ടീസ് ഇറക്കി, അതിനെതിരെ സ്ഥാപനം തുടങ്ങി. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം കൊണ്ടുപോവുകയില്ല. കടലിന്റെ മുകളിലൂടെ വിദേശ രാജ്യത്തേക്കുള്ള ഒരു യാത്ര ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. ശരിയായി ഡേറ്റിങ്ങനെ അടുത്തടുത്ത് വരികയാ. പാവപ്പെട്ട സഹോദരന്റെ സമാധാനം ലഭിക്കുന്നില്ല. രാത്രി തന്റെ പ്രിയപ്പെട്ട മക്കൾ കിടന്നുറങ്ങുമ്പോ 4 വയസ്സുള്ള 2 വയസ്സുള്ള ഉറങ്ങുന്ന മക്കളുടെ അരികിലേക്ക് വന്നിട്ട് ആ മക്കൾ അറിയാതെ മക്കളെ കവളത്തേക്ക് പിടിപിടേ ചുംബനം കൊടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട മക്കളെ വാരി പുണരുകയാണ്. ഒരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ആ വീട്ടിന്റെ കത്തറിയുന്നില്ല, തന്റെ ഭാര്യ അറിയുന്നില്ല, തന്റെ ഉമ്മയും ഉപ്പയും കൂടപ്പുറപ്പുകളും ആരും അറിയുന്നില്ല. 2.5 വയസ്സുള്ള കുഞ്ഞ് കട്ടിൽ കിടക്കുമ്പോ, 1 വയസ്സുള്ള കുഞ്ഞ് തൊട്ടിൽ കിടക്കുമ്പോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നാളെ ഗൾഫിൽ പോകാനുള്ള 2 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോകാനുള്ള ഈ പാവപ്പെട്ട സഹോദരൻ ആ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് തുരുതുരേ ചുംബനം കൊടുക്കുകയാണ്. എത്ര മുത്തയിട്ടും പൊരുതിയിരുന്നില്ല. എന്തുകൊണ്ടാ? അവന്റെ മനസ്സിലുണ്ട്. എത്രയോ പേര് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടില്ല. മക്കളെ കാണാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. എത്രയോ പേര് വിദേശ രാജ്യത്തിലേക്ക് പറന്നു പോയിട്ട് പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളുടെ വളർച്ച കാണാൻ, അവിടെ ഉയർച്ച കാണാൻ ആ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ദാരുണമായി മരണപ്പെടുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റിന്റെ പേരിൽ ജയിലറയിൽ അടയ്ക്കപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരൻ മക്കൾക്ക് ചുംബനം കൊടുക്കുന്നു. ദിവസങ്ങൾ ഇങ്ങനെ അടുത്തു വരികയാണ്. അവനിങ്ങനെ ചിന്തിക്കുന്നു, അല്ലാഹ്
എങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ പിരിഞ്ഞു പോവുക? എങ്ങനെയാണ് എന്റെ കുടുംബത്തെ പിരിഞ്ഞു പോവുക? എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പിരിഞ്ഞു പോവുക? മനസ്സ് വല്ലാതെ സങ്കടം കൊണ്ട് നിറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, എന്നിട്ടവൻ ചിന്തിക്കുകയാണ്, അല്ലാഹു എന്റെ പ്രിയപ്പെട്ട മക്കൾ പിറന്നു വീടുമ്പോ ശുദ്ധ പ്രകൃതത്തോടുകൂടി പിറന്നു വീടുന്ന പ്രിയപ്പെട്ട മക്കള് സ്വാഭാവു അവന്റെ മാതാപിതാക്കളാണ്. നന്മയിലേക്കും തിന്മയിലേക്കും വഴികളിക്കാറുള്ളതെന്ന് പറഞ്ഞ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടവൻ പൊട്ടിക്കരയുകയാ. എന്റെ മക്കൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കിലോമീറ്ററുകൾക്കപ്പുറത്തല്ല ഞാൻ പോകുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വിദേശ രാജ്യത്തെ ഫോണിലൂടെ എനിക്ക് സാധിക്കുമോ പടച്ചവനെ? എന്റെ മക്കൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ, എന്റെ പ്രിയപ്പെട്ട മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറയാൻ, എന്റെ പ്രിയപ്പെട്ട മക്കള് നന്മയുടെ നിറകുടങ്ങളാക്കി കടവില്ലൂർ ആ പ്രിയപ്പെട്ട മക്കളെ സുന്നത്തുജമാഅത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റാൻ അല്ലാഹുവേ വിദേശ രാജ്യത്ത് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെട്ടാൽ എനിക്ക് സാധിക്കുമോ ചിന്തിക്കുകയാണ്. പിന്നെ രണ്ടാമതവൻ ചിന്തിക്കുന്നത് ഭാര്യയെ കുറിച്ചാണ്. അല്ലാഹുവേ എങ്ങനെ ഞാൻ യാത്ര ചോദിക്കും? ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് കടയിൽ പോയി മടങ്ങി വന്നാൽ 8 മണിയാകുമ്പോ കണ്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സങ്കടമാണ്. അല്ലാഹുവേ എന്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ. വാറ്റിൽ നോക്കിയിട്ട് മുറ്റത്തിറങ്ങി പടിവാതിൽ വന്ന് കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവളോട് എങ്ങനെ യാത്ര പറയുമല്ല? കടവല്ലൂര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആയിരക്കണക്കാണ് ഉമ്മപെങ്ങന്മാരോട് പറയുകയാ, വിദേശ രാജ്യത്തിരുന്ന പാവപ്പെട്ട ഗൾഫുകാരെ അയച്ചുതരുന്ന നോട്ടുകെട്ടുകൊണ്ട് തുടിക്കുന്ന രസിക്കുന്ന വീട് വെക്കുന്ന ആഡംബരത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ വിഷയം നിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് പതിഞ്ഞു പോകുമ്പോ ഒരു ദിവസം പോലും ഗൾഫുകാരന് വേണ്ടി ദുആയില്ലാത്ത ഒരു ദിവസം പോലും വരല്ല ഉമ്മ. ഒരൊറ്റ ദിവസം പോലും ഗൾഫുകാരന് വേണ്ടി ദുആ ചെയ്യാത്തതായിട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ വലിയ വിഷയം നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട് വിട പറയുന്ന ചിന്തയൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലാഹു വീണ്ടും ആലോചിക്കുകയാണ്, പോകാതെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്താലോ. പിന്നെ അവൻ ചിന്തിക്കും, ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ജോലിയെടുക്കണമല്ലോ. രാത്രിയാകുമ്പോ മക്കൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് ആലോചിക്കുന്നു, അല്ലാ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ദുബായ് വരെ പോകണമെങ്കിൽ 2600 കിലോമീറ്ററാണ്. കോഴിക്കോട് നിന്ന് ദുബായ് വരെ പോകണമെങ്കിൽ 2600 കിലോമീറ്ററാണ്. അവനിങ്ങനെ ആലോചിക്കും, അല്ലാ ഞാൻ ഏറ്റവും അധികം പോയിട്ടുള്ള തിരുവനന്തപുരം വരെ. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ചായ കുടിച്ച് വെള്ളം കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പാട്ടൊക്കെ കണ്ട് സിനിമയെ കണ്ട് പതുക്കെ പോയാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, ഒറ്റ യാത്ര 3 കിലോമീറ്റർ. സൗദി അറേബ്യയിലാണെങ്കിലോ 1000-ലധികം കിലോമീറ്റർ ഉണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, കടവല്ലൂർ നിന്റെ വീട്ടിന്റെ കത്തിരന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഇറങ്ങിപ്പോര പ്രിയതമന് ഒരു രാത്രി പോലും മറക്കല്ല പെങ്ങളെ. കടല് കടന്നുകൊണ്ട് 3000-ലധികം കിലോമീറ്ററുകൾ താണ്ടി വിദേശ രാജ്യത്ത് പോലും പണിയെടുക്കുന്ന വീർപ്പെടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ. എല്ലാവരും ഇങ്ങനെ നോക്കി. കൂട്ടുകാർ 2-3 പേര് ഒന്ന് പെട്ടി കെട്ടാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പെട്ടിയെല്ലാം കെട്ടിവെക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, കെട്ടിക്കളയിലൊരു സാധനം കൂടി എനിക്ക് അതിനകത്ത് വെക്കാറുണ്ട്. കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് സമ്മാനിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി അറിയാതെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പ്രിയപ്പെട്ടവൾ വരികയാ. എന്റെ ഭർത്താവ് എപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവനെപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യമായി എന്നോട് ചോദിക്കുന്നത് അച്ചാറുണ്ടോ എന്നാണ്. അതുകൊണ്ട് ഞാനിട്ട് വെച്ച നല്ലതുപോലെ ഒപ്പിട്ടിരിക്കുന്ന അച്ചാറ് കുപ്പി നിറച്ചെന്റെ പ്രിയപ്പെട്ടവർക്ക് തന്നുവിടുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു നോക്ക് കടവല്ലൂരിന്റെ പെങ്ങളെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭർത്താവിന്റെ പെട്ടിക്കരികിൽ പോയി കണ്ണുനീരോടുകൂടി നിന്നിട്ടില്ല പെങ്ങളെ. അതുകൊണ്ട് കൊടുക്കുന്നു, അതും വാങ്ങി പെട്ടിക്കകത്ത് വെച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ആ പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. നാളെ പ്രഭാതത്തിൽ പോവുകയാണ്.
എങ്ങനെയാണ് നേരം പുലർന്നതെന്നവനറിയില്ല. പാന്റ് ഇങ്ങനെ തേച്ചു വെച്ചിരിക്കുന്നു, ഷൂ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സത്തെല്ലാം ഉടയാതെ ഭാര്യ അടുക്കി വെക്കുമ്പോഴും ആ പ്രിയപ്പെട്ടവളെ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുകയാ, കണ്ണുനീരിങ്ങനെ തുടയ്ക്കുകയാ. മനസ്സുവല്ലാതെ വിതുമ്പി പൊട്ടിപ്പോകുന്നത് കൊണ്ട് പ്രിയതമൻ തന്റെ ഭാര്യയോടൊന്നും ചോദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ട മക്കളെ അരികിലേക്ക് വിളിക്കുകയാ. വേദനിക്കുന്ന ഗൾഫുകാരന് ഇതിനപ്പുറം ഒരു വേദനയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതിനപ്പുറം ഒരു വേദന പറയാനുണ്ട് സഹോദരങ്ങള്. മക്കളടുത്ത് വന്ന് നിൽക്കുമ്പോ ആ മക്കളെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട സാരുവാന സഹോദരൻ പറയുന്നു, മക്കളെ നിങ്ങൾ തല്ലുകൂടരുത്, അപ്പച്ചി പോവുകയാണ്, തല്ലുകൂടരുത്, സൂക്ഷിച്ച് നടക്കണം, നിക്കാനുമായി വടക്കൂടരുത്, മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം, 8 മണിക്ക് വാഹനം വരുന്നതിന് മുമ്പ് ഒരുങ്ങി നിൽക്കണേ, ഉമ്മായ പിണക്കല്ലേ, ഉമ്മാരെ തല്ല് വാങ്ങല്ലേ. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുത്തിട്ട് മക്കളെ കണ്ണുനീരോടുകൂടി ആ മക്കളെ വാരി പുണർന്നുകൊണ്ട് ചുംബിക്കുകയാ പ്രിയപ്പെട്ടവര്. അത് കഴിയുമ്പോഴോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലേക്ക് വരികയാ, ഓരോ കാര്യങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഗൾഫുകാര, ഇതുപോലെയല്ലേ നീ ഗൾഫിലേക്ക് പോകുന്നത്, ഇതുപോലെയല്ലേ നീ ഗൾഫിലേക്ക് പോകുന്നത്? സങ്കടത്തോടുകൂടി പറയുകയാ, അടുത്ത മാസം ഇന്ന സഹോദരൻ വരുമ്പോ കൊടുക്കാനുള്ള കാശാണിത്, മറ്റെടുത്തടയ്ക്കാനുള്ള അഡ്രസ്സാണിത്, ഇതവിടുത്തെ നമ്പരാ, ഇവിടുത്തെ നമ്പരാ, ഇതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏൽപ്പിക്കുമ്പോ വീടിന്റെ ഹാളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാ. വീടിന്റെ ഹാളിൽ നിന്ന് ഒരാൾ പറയുന്നു, മോനെ സമയമായി, വണ്ടി വന്നു, ഉസ്താദും വന്നു, സാധ്യ വരാൻ പോവാ. അങ്ങനെ ഒരു ശൈലി ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഇന്നങ്ങനൊന്നുമില്ല. ഉസ്താദ് വന്നു എന്ന് പറയുമ്പോൾ ആദ്യം അവന്റെ നെഞ്ചൊന്നിടിക്കുകയാണ്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദെ പോത്തിനെ അറക്കണ സങ്കടമാണ് ഞാൻ ഗൾഫിൽ പോകാൻ ഇറങ്ങുമ്പോൾ. കാരണം പേന്റ് എടുത്തിട്ട് ഷൂ ഇട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരും, പോത്തിനെ അറക്കണ മുമ്പ് വെള്ളം കൊടുക്കണോ. അത് വാങ്ങിച്ചങ്ങോട്ട് കുടിക്കുമ്പോ അവിടെ അൽ-ഫാത്തിഹ അതും കുടിച്ചുകൊണ്ട് മുമ്പ് പോയിരിക്കും. ഉസ്താദെ ഫാത്തിഹ ഞാൻ മിസ്നി പറയുന്നുണ്ട് അവിടെ ഓതി തരും, എന്റെ നെഞ്ച് കത്തുക. എന്തൊരവസ്ഥ! അവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഓരോ ഗൾഫുകാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഉസ്താദ് ഫാത്തിഹ ഓതുമ്പോൾ വാതിലിന് മറവിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവൾ ഇങ്ങനെ എത്തി നോക്കുകയാണ്. എന്നിട്ട് തന്റെ തലയിൽ കിടക്കുന്ന തട്ടം കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ്, മൂക്കു തുടയ്ക്കുകയാണ്, ആമീൻ പറയുകയാണ്. അല്ലാഹുവേ, നല്ലൊരു വീട് വെക്കണം, എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങണം, എല്ലാവരെയും പോലെ സന്തോഷത്തോടെ ഈ പാവപ്പെട്ടവർക്കും ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ പറയുകയാണ്, ആമീൻ പറയുകയാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ വാഹനത്തിലേക്ക് സുഹൃത്തുക്കൾ കൊണ്ടുവെക്കുമ്പോ സുഖമില്ലാത്ത വാപ്പാന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ട വാപ്പതാ തന്റെ കൈയെടുത്ത് വെച്ചുകൊണ്ട് പൊന്നുപോന്റെ തലയിലേക്ക് വെക്കുകയാണ്. ആ പൊന്നുപോന്റെ തലയിലേക്ക് വെച്ചുകൊണ്ട് മോനെ സന്തോഷത്തോടുകൂടി പോയിട്ടവാ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ യാത്രയാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട സഹോദരൻ യാത്ര പുറപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും പൊന്നുമോനോടും യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമനാ റാസി റളിയല്ലാഹു തആല പറയുകയാ, പ്രിയപ്പെട്ടവരെ, യാത്ര എന്ന് പറയുന്നത് മരണത്തിന്റെ പല മുഖങ്ങളുടെ ഒരു മുഖമാണ് യാത്ര. മരണത്തിന്റെ പല മുഖങ്ങളുടെ ഒരു മുഖമാണ് യാത്ര. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് അല്ലാഹ്. മരണത്തിലേക്കുള്ള ഒരു വാതിൽ തന്നെയാണ് യാത്ര. മരണചിന്ത യാത്രക്കാരന്റെ മനസ്സ് നിറച്ച് എപ്പോഴും ആ മരണചിന്ത ഉണ്ടായിരിക്കും, സദാസമയവും ആ മരണചിന്ത ഉണ്ടായിരിക്കണം. അതിനാണ് ഈ ദുആ പറയാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്.
എത്രയോ ഗൾഫിലേക്ക് പോയവരുടെ മയ്യിത്തല്ലേ പുറത്തേക്ക് നാട്ടിലേക്ക് പിന്നെ കൊണ്ടുവന്നത്. അല്ലാഹുവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, ലീവിന് വന്നിരിക്കുന്നവര്, അടുത്ത ലീവിന് വരുമ്പോ മക്കളെ ബാഗ് കൊണ്ടുവരാ, അടുത്ത ലീവിന് കൊണ്ടുവരുമ്പോ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ, അടുത്ത ലീവിന് വരുമ്പോ സൗദി അറേബ്യയുടെ ഏറ്റവും നല്ല വറവ കൊണ്ടുവരാ എന്നെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യത്തിലേക്ക് പറന്നു പോകുന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ മയ്യത്ത് അല്ലാഹുവേ പെട്ടിയിലടച്ചുകൊണ്ട് പിരിച്ചുകൊണ്ട് വരുന്ന രംഗം വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറക്കെടുത്ത് 3 സഹോദരങ്ങളെ കൊണ്ടുവന്നടക്കിയത് ഞാൻ മറന്നുപോയില്ല. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആഗ്രഹങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആശകളും തലയിൽ ചുമന്നുകൊണ്ട് പോയവരാ. കുടുംബത്തെ വളർത്താൻ, കുടുംബത്തെ പോറ്റാൻ, അവരെ കണ്ണീര് മാറ്റാൻ, അവരെ സങ്കടം തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോയ ആ 3 സഹോദരങ്ങൾ റാസൽ കൈമയിൽ വെച്ച് വാഹനാപകടത്തിൽപ്പെട്ടിട്ട് ആ 3 പേരുടെ മയ്യത്ത് ഒരുപോലെ കൊണ്ടുവന്ന നാട്ടിലടക്കിയപ്പോ എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ, ഗൾഫിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ ലഗേജ് തൂക്കി നോക്കാറുണ്ട്, എത്ര കിലോ എന്ന് നോക്കിയിട്ട് അധിക കാശ് വേണമെങ്കിൽ നമ്മളതിന് കൊടുക്കാറുണ്ട്. പക്ഷേ വിദേശ രാജ്യത്ത് വെച്ച് ഞങ്ങളെങ്ങാനും മരണപ്പെട്ടു പോയാൽ, വിദേശ രാജ്യത്ത് വെച്ച് പ്രവാസികൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ പ്രിയപ്പെട്ട വിദേശ രാജ്യത്ത് കഴിയുന്ന സഹോദരന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാ. സുബ്ഹാനല്ലാഹ്, മയ്യത്തിനെ തൂക്കി നോക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനൊരു അവസ്ഥ കൊടുക്കല്ലോ. ആ മയ്യത്തിനെ തൂക്കി നോക്കും പെങ്ങള്, നിന്നെ വളർത്താം, നിന്റെ മക്കളെ വളർത്താം, നിന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാം, എല്ലാം മറന്നുകൊണ്ട് എന്നും ത്യാഗം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി, എന്നും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരായി, എന്നും പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ടവരായി കേവലം 2 മാസത്തെ ലീവിന് വന്നു നിൽക്കുമ്പോ ആ മാസത്തിൽ പോലും എത്ര ദിവസമാണ് പെണ്ണേ ആ ഗൾഫുകാരനുമായി നീ പിണങ്ങിക്കഴിയുന്നത്? കുഞ്ഞുമോളെ, ആ പ്രിയപ്പെട്ടവൻ വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ അവന്റെ മയ്യത്ത് തന്നെ തൂക്കി നോക്കുകയാ. 1 കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് 50 കിലോ ഉണ്ടെങ്കിൽ 60 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ കാശടച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട പ്രവാസികളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ വളർത്തോ, ഞങ്ങളുടെ ഉമ്മയെ പോറ്റോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കാൻ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു ദുരന്തം കൊടുക്കല്ല അല്ലാ. അതുകൊണ്ട് യാത്ര പുറപ്പെടാൻ നേരം സുബ്ഹാനല്ലദീ സഖറനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അത് യന്ത്രം പറഞ്ഞ പോരാ, നിശ്ചയം പറഞ്ഞ പോരാ, നീ പറയണം. എന്നിട്ട് യാത്ര പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഏൽപ്പിക്കുന്ന പടച്ചവരെ സർവ്വതും. ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഒരു പറവ വന്ന് തട്ടിയാൽ, ഒരു പറവയുടെ ചിറക് വന്ന് തട്ടിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ദുരന്തമായി തീരില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടിറങ്ങുക. എന്തോരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, എന്റെ കൂടെ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്ത കരുനാഗപ്പള്ളി ഭാഗത്തുള്ള ഒരു സഹോദരൻ, ആ ഫ്ലൈറ്റ് എങ്ങനെ ഉയർന്ന മുകൾ ഭാഗത്തേക്ക് പൊങ്ങിയപ്പോ ആ സൈഡിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയിട്ട് ആ സഹോദരൻ പറയുന്ന, ഉസ്താദ് കൈവിട്ട കളിയാണ് ഉസ്താദ്, കൈവിട്ട കളിയാ.